കേൾവിശക്തിയില്ല, സംസാരിക്കാൻ പരിമിതികളുണ്ട്. പക്ഷേ കളിക്കളത്തിൽ ഇതൊന്നും ഹൃദ്യയ്ക്ക് ഒരു വിഷയമുള്ള കാര്യമല്ല. സോ ബേസിക്കലി ഞാൻ ആ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇമോഷണലായിപ്പോയി. എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അത്രയും അടിപൊളിയായിട്ട് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നത്. വീട്ടിൽ മോളുണ്ട്, ഹസ്ബൻഡുണ്ട്, ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അതാണ് ആ ക്രിക്കറ്റിനോടുള്ള ഒരു ആവേശം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ. ആൾ എന്ത് അടിപൊളിയായിട്ടാണെന്ന് അറിയാമോ ബാറ്റ് ചെയ്യുന്ന ആൾക്ക്. സംസാരിക്കാൻ ഭയങ്കര ലിമിറ്റഡാണ്, ആൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ കുറവൊന്നും ആൾ മൈൻഡ് ചെയ്യാതെ ആൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ആ ഷോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ. അത് ഒരു കുറവുമല്ല, ആക്ച്വലി ഒരു പരിമിതിയല്ല, അതിൻ്റെയൊക്കെ മുകളിൽ നിന്നുകൊണ്ടാണ് ആൾ അത് കളിച്ചത്. അത് അത്രയും അടിപൊളിയാണ്. ആൾ എന്തായാലും ഇനി ഇത് ക്രിക്കറ്റ് കളിച്ചിട്ടാണെങ്കിലും ആൾ നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം ആളെ കണ്ടേലും സംസാരിക്കാൻ പറ്റിയാലും. ഇനി ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നല്ലോണം കളിക്കും. ഞാൻ പണ്ട് ചെറുപ്പില്ലേ ഒരു 4 ക്ലാസ് പഠിച്ച് എൻ്റെ ഏട്ടൻ എപ്പോൾ കളിച്ച് അപ്പോൾ കളിച്ച് ലീവ് ശനിയും ഞായർ എപ്പോൾ കളിക്കും. അപ്പോൾ പിന്നെ ഏട്ടനെ എവിടേക്ക് പോകണോ സമയമില്ല. ഞാൻ 8 കഴിഞ്ഞ് പോയില്ല. കഴിഞ്ഞ് 22 കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വീണു. എൻ്റെ ഭർത്താവ് സന്തോഷിച്ചിരിക്കും, സംസാരം പറയൂ. ഒരു മോള് എല്ലാം പറയൂ. എൻ്റെ അച്ഛനോ അമ്മയോ ഏട്ട കല്യാണം കഴിഞ്ഞ് പായ ഏട്ടൻ ഓഫീസ് കമ്പനി പഠിക്കും. പായനും പഠിക്കും. ഭർത്താവ് പഠിക്കുമോ പാൽപ്പ് ഇപ്പോൾ പഠിക്കുമോ. അത്രയും ഒരു മോള് 3ാം ക്ലാസ്സിൽ സ്കൂളിൽ ഉച്ചയിൽ പോയി പഠിക്കും. നല്ല കളിക്ക് ഇവിടെ ഇഷ്ടമായി. സന്തോഷം ദൈവത്തിൽ. എപ്പോൾ അപ്പത്തിൽ പാത്രം എപ്പോൾ ഭയങ്കര ഇഷ്ടം.